ബാധയുടെ പ്രശ്നമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയെ തനിച്ച് ഒരു പൂജയിൽ അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞു. ബോധ്യപ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമ്മ പുറത്തിരിക്കുകയും ഈ പെൺകുട്ടി അകത്ത് കയറുകയുണ്ടായി. ഇപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങളിലുണ്ട്. ഈ കയറി പോകുമ്പോൾ ഏറ്റവും അവസാനം ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ ഈ പെൺകുട്ടിയെ ഇയാൾ എത്തിക്കുകയാണ് ഉണ്ടായത്. എത്തിച്ചിട്ട് ഇതിന്റെ ഉടുപ്പഴിക്കാൻ പറയുക. പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കരണത്താണ് ഇദ്ദേഹം ആദ്യം അടിക്കുന്നത്. ആ കുട്ടിയുടെ ദേഹം മുറിയുകയും ആ ബ്ലഡ് ആ ഭിത്തിയിൽ പറ്റിയിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മളതിലുണ്ട്. ഇദ്ദേഹം പെൺകുട്ടിയുടെ പുറകെ ഓടി വന്നിട്ട് പറയാ, പെൺകുട്ടിയെ തുടരരുത്, ആ പെൺകുട്ടിയുടെ ദേഹത്ത് ബാധ കയറിയിരിക്കുകയാണ്, നിങ്ങൾ കെട്ടിപ്പിടിച്ചാൽ നിങ്ങളുടെ ദേഹത്തും ബാധ കയറുമെന്നും പറഞ്ഞിട്ട് ഈ അമ്മയും കൂടെ പേടിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇദ്ദേഹത്തിന് ഈ പ്രശ്നം വഷളാവുമെന്ന് കരുതിയിട്ട് ഇദ്ദേഹം ആ ജ്യോതിശാലയത്തിന്റെ പുറകെ കൂടെ ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു വാർത്തയാണ് മുരാരി തന്ത്രിയുടെ ചില ലീലാവിലാസങ്ങൾ. ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രവാദിയൊന്നും അല്ലായിരുന്നു. ഇയാളൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അതിനുശേഷം ഇയാൾ പുറത്തെവിടെയോ ഗൾഫിലോ എവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ മന്ത്രവാദമൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞ് വന്നിട്ടാണ് പിന്നീട് ഭയങ്കരമായിട്ടുള്ളൊരു വളർച്ചയായിരുന്നു ഇയാൾക്ക്, അതായത് ഉയരങ്ങളിലേക്ക്. അതുപോലെയായിരുന്നു പിന്നീട് ഇയാളുടെ ഒരു വളർച്ച. അപ്പോൾ എന്തായാലും ഇയാളുടെ നാട്ടുകാർക്കാണെങ്കിൽ പോലും ഇയാളെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായമാണ് കേട്ടോ. എന്തായാലും ഇയാളെക്കുറിച്ച് നാട്ടുകാരും അതുപോലെ തന്നെ ഒരുപാട് പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഒരുപാട് സങ്കടത്തോടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മുരാരി തന്ത്രി, ആ നായിന്റെ മോന്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ കണ്ടു. അവൻ പോലീസുകാരോട് പറയുക, അവന്റെ നല്ല സാരഥി കൂടെ, അവൻ മനുഷ്യനാണ്. അവൻ 10-16 വയസ്സായ ഒരു കൊച്ചിന് ഇപ്പൊ ഏറ്റവും വലിയ കാമപ്രാന്തന്മാരെ ഈ ചെറുപ്പക്കാരൊന്നല്ല, വയസ്സായ ആൾക്കാർക്കാണ് ഏറ്റവും വലിയ കടി. ഈ നായിന്റെ മോനൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി കളയണം, ഇങ്ങനെയുള്ള നാറികളെ. ഞാൻ പറയുന്നത് ഇവനെ പോലുള്ളവനൊക്കെ ഭ്രഷ്ടസഞ്ചിയിൽ ഇഞ്ചക്ഷൻ ചെയ്യണം. അന്നേരം ഇവനൊക്കെ അന്നിട്ട് 90 ദിവസം മരിക്കണം. ഈ വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കും. മുരാരി തന്ത്രി, നായിന്റെ മൺ, ഇവനൊക്കെ എന്ത് ജ്യോതിഷം, ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഇവനാണ് ജ്യോതിഷം. നല്ല ജ്യോതിഷക്കാര് ഈ നാട്ടിലുണ്ട്, ഈ കേരളത്തിലുണ്ട്. അവരെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കുറെ നായിന്റെ മക്കള്, അവരെ പോലെ ഒരാളാണ് ഈ മുരാരി തന്ത്രി. ഇത്രയും മോശമായ രീതിയിൽ ഈ കേരളത്തില്, നമ്മുടെ ഈ കൊച്ചു കേരളത്തില് സംഭവിക്കുന്ന ഈ കാര്യങ്ങള് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തോരം നടന്നു. ആലുവയില ആ ഒരു സംഭവം, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണ്ട, നമ്മുടെ പെരുമ്പാവൂർ നടന്ന സംഭവം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ നായിന്റെ മോനൊക്കെ അങ്ങ് തൂക്കിക്കൊന്ന് കളയണം. ഞാൻ പറയുന്നത് നമ്മുടെ നിയമമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ നിയമം അതിനെ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള നാറികളെയൊക്കെ ഈ ലോകത്തുനിന്ന് ഒഴിവാക്കി കളയണം. സ്വന്തം ഭാര്യ കൂടെ നിന്നോ, എനിക്ക് വേറെ വാക്കൊക്കെ എന്റെ വായിൽ വരുന്ന നാറീനെയൊക്കെ, പിന്നെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കി കളയണം. മുരാരി തന്ത്രി അത് കുറെ നാളായി വീഡിയോ കോപ്പാന്ന് പറഞ്ഞ കുറെ പാട്ടിന്റെ ഇതെടുത്തിട്ടിട്ടിട്ട് നാറി. എന്തായാലും ഈ ഒരു സഹോദരൻ പറഞ്ഞതിനോട് ഞാനും 100% യോജിക്കുന്നു. ഇവിടെ മാറേണ്ടത് നമ്മുടെ നിയമമാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂസുകൾ ഇതുപോലെ കേൾക്കുന്നുണ്ടല്ലേ. കൂടുതലും ഈ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലൊരു എന്താ പറയണ്ടേ, വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ഒരു വെറുപ്പാണ് നമുക്ക് തോന്നുന്നത് ഇതുപോലുള്ളവന്മാരോടൊക്കെ. ഇതിലൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മയെ സമ്മതിക്കണം കേട്ടോ. കുട്ടിയെ കൊണ്ട് മന്ത്രവാദം മാറ്റാനായിട്ട് കൊണ്ടുചെല്ലുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അയാളുടെ കൂടെ റൂമിലേക്ക് കയറ്റി വിടുന്നു. എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു? അപ്പോൾ പിന്നെ ഇവനൊക്കെ കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് പിന്നെ ഒച്ച ബഹളം, കാറിൽ കൂവൽ, എന്താ പ്രയോജനം? ഇതിനൊക്കെ ഉള്ള വഴി ആൾക്കാരായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എനിക്ക് പറയാനുള്ള, ഇവന് ഇനി പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങിയാലും അവിടെയുള്ള നാട്ടുകാർ ഇവനെ കൈകാര്യം ചെയ്യണം. അതാണ് വേണ്ടത്. എന്തായാലും ഇതിനൊക്കെ മുന്നേ, ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ ആ ഒരു അമ്മയും മകളും ഇയാളെ കാണാനെത്തിയപ്പോഴത്തേക്കും അത് ഇയാൾ യൂട്യൂബിൽ ലൈവായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇയാൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആ ഒരു പെൺകുട്ടിയോട് ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ലൈവായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. അത് വേണ്ട കേട്ടോ, പഠിക്കാനുള്ള സമാധാനം നോക്കും. അതിന് വേണ്ടി ഞാൻ ചെയ്തുതരാം. നീ ഇവിടെ ജയിച്ചു കൊടുക്കാം. പഠിക്കുന്നില്ല, ജയിക്കാനുള്ള സമ്പ്രദായമൊക്കെ ഞാൻ ചെയ്തുതരാം. നല്ല മാർക്ക് പഠിക്കണം. മൂടില്ലേ, പഠിക്കുന്നില്ല. നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയായിട്ട് വരിക. നീ നിഗൂഢമായ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളയണം കേട്ടോ.
അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ട് പറയും. പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഒന്നും വേണ്ട. ഇപ്പം ഈ പഠിച്ച് എന്തെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. കാര്യം വെച്ചാൽ നിനക്ക് നല്ലൊരു ജാതകഫലമുള്ള ആളാണ്. നിനക്ക് നല്ലൊരു ഉയർച്ചയും ഉന്നതിയും അതുപോലെ അഷ്ടൈശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ളൊരു ജാതകമാണ്. അതിപ്പോഴേ നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകണം. വീണേ എന്തുകൊണ്ട് വിശേഷം? അതൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് കൊണ്ട് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറ്റും. അത് തീർന്നു. ഒരെല്ലാം നോക്കണം. നോക്കട്ടെ. മാർച്ചിലെ പരീക്ഷ അല്ലെ? ചെടിയ വയസ്സുള്ള പിള്ളേരെയാണ് ഇയാൾ ചമ്മന്താലേക്കുന്നത്. നീ പറഞ്ഞാൽ നീ ബ്രോക്കറല്ലെന്ന് പറഞ്ഞാൽ നീ ബ്രോക്കർ ഇപ്പോൾ അവന് നിലവിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളായിട്ട് ഇനി കുഴപ്പമുണ്ടാക്കും. അവനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ പോവുകയും മറ്റുള്ള കടങ്ങൾ തീർക്കാനും നിങ്ങൾ നിൽക്കുമ്പം അവൻ വീണ്ടും അഹങ്കാരിയാവും. ഈ കൊച്ചിന് എവിടെയെല്ലാം കെട്ടിച്ചു വിടുമ്പോൾ എല്ലാം കൊടുക്കണ്ടേ? എത്ര രൂപ എടുത്ത് നിന്നൊക്കെ എത്ര രൂപ വേണമെങ്കിലും വലിക്കണം. ഒന്ന് തിരക്കി നോക്കിയിട്ട് അവൻ്റെ സാലറിയും കൂടെ വെച്ചാൽ അവൻ്റെ സാലറിയും കൂടെ വെച്ചിട്ട് അങ്ങനെ വേണേൽ നമുക്ക് നോക്കാം. 20 ലക്ഷം രൂപ വേണം. 20 ലക്ഷം രൂപ എടുത്ത് എങ്ങനെ അടയ്ക്കും നിങ്ങൾ? എത്ര രണ്ട് സാലറി അടഞ്ഞു പോകും. 30 രൂപയ്ക്കകത്ത് അടവ് വരും. ഒരു മാന്യരെ വിളിക്കാം. നമസ്കാരം. ഞാൻ വിളിച്ചതേ ഈ നമ്മുടെ സുഹൃത്തിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഈ പ്രമാണത്തിന്റെ ഒറിജിനൽ അവരെ നഷ്ടപ്പെട്ട് പകർപ്പ് വെച്ച് ലോൺ കൊടുക്കുമോ? ഇല്ല. അപ്പൊ പിന്നെ എന്ത് വേണം? അവിടെ തന്നെ രജിസ്റ്റേർഡ് ഉറപ്പ് വരുത്തേക്കുന്നത്. ഒരു 20 ലക്ഷം രൂപ മതി. വഴിയൊക്കെയുള്ള വസ്തു മെയിൻ റോഡ് സൈഡാ. എത്ര രൂപയുണ്ട് അവിടെ വസ്തുവിന് വില? 1 ലക്ഷം രൂപ വിലയുള്ള സ്ഥല, 3 ലക്ഷം രൂപ വിലയുള്ള സ്ഥല, 2 നില വീട്, മൈനറും കാര്യങ്ങളൊന്നുമില്ല. കൊച്ചു അവളുണ്ട്. നിങ്ങൾക്ക് എത്ര 16 മൈനറുണ്ട്. ഒരാൾ മൈനറാണ്. വരും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അതല്ലെങ്കിൽ ഒഴിവൂറ് എഴുതി നിങ്ങളുടെ പേരിലാക്കണമല്ല. ഇവിടെ മൈനറായിട്ട് പറ്റത്തില്ല. നമുക്ക് 16. ഇതിപ്പം പുള്ളി പറയും ഇതൊരു ബാങ്ക് മാനേജരാണ്. അപ്പോൾ അവർ ബാങ്ക് ചെയ്തില്ല, വേറെ ഏതെങ്കിലും ബാങ്ക് നോക്കാം. എന്തായാലും ഏതൊരാളായാലും നോക്കിക്കൊണ്ട് ചെയ്യാം. ഞാൻ അതേ പറയും. അല്ല അവർ ആ ബാങ്കിൽ നിന്ന് ആൾ വരും. അന്നേരം നിങ്ങളുടെ നമ്പർ കൊടുക്കാൻ ഞാൻ. അവള് പഠിക്കുന്നു. അവള് സമയം കളയാം. എന്തൊരു വിളിക്കാത്ത കൊടുക്കാൻ പോയില്ല. ആ വെയിറ്റോടെ എൻ്റെ കയ്യെത്താനുള്ള ഞാൻ പഠിക്കുന്നില്ല. ജയിക്കാനുള്ള സമ്പ്രദായമൊക്കെ ഞാൻ ചെയ്തുതരാം. നല്ല മാർക്ക് പഠിക്കണം. അതിനുള്ള സമയം ഞാൻ ചെയ്തുതരാം. പഠിക്കണം. പഠിച്ചാലേ വരും. ചുമ്മാ പറ്റത്തില്ല. മൂടില്ലേ? പഠിക്കുന്നില്ല. പുസ്തകം തുറന്നു നോക്കുന്നില്ല. നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയായിട്ട് വരിക നീ. നിഗൂഢമായ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളയണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ട് പറയും. പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഒന്നും വേണ്ട. ഇപ്പം ഈ പഠിച്ച് എന്തെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. കാര്യം വെച്ചാൽ നിനക്ക് നല്ലൊരു ജാതകഫലമുള്ള ആളാണ്. അത് അവൻ്റെ കൂട്ടാവരുത്. മനസ്സിലായി? നമ്മൾ നമ്മുടെ ജാതകഫലം എടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആൾ എടുത്ത് തരത്തില്ല. നമുക്ക് നല്ലൊരു ഉയർച്ചയും ഉന്നതിയും അതുപോലെ അഷ്ടൈശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ളൊരു ജാതകമാണ്. അതിപ്പോഴേ നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകണം. പഠനത്തിൽ ഒരു ശ്രദ്ധയില്ല കേട്ടോ. കൂട്ടുകെട്ടും ശരിയല്ല. ഇത് രണ്ടുകൂടെ വരുമ്പോൾ എന്ത് ചെയ്യും? കൂട്ടുകെട്ട് നമ്മുടെ ജീവിത ജൈവര്യം ബാധിക്കും. ബാധിക്കുമ്പോൾ നമ്മളൊന്നും കൂടി കാര്യമുണ്ടോ? അതിനെക്കാട്ടി വല്ല ഓട്ടം ഉണ്ട്. അത് വേണ്ട കേട്ടോ. നമ്മൾ പഠിക്കാനുള്ളൊരു സമാധാനം നോക്കും. അതിന് വേണ്ടി ഞാൻ ചെയ്തുതരാം. സാരസവും നീ കൂടെ ജയിച്ചു കൊടുക്കാം. പഠിച്ചോളൂ. ചെയ്തു തരാം കേട്ടോ. ആകുമ്പോൾ അതിനൊരു താത്വികതയും ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അവിടെ വരുന്നതായ ചില പറഞ്ഞ കേട്ടോ